ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ പ്രൊമോ എത്തിയിരിക്കാട്ടോ. പിന്നെ അതൊരു പ്രൊമോയിൽ നമ്മുടെ ശ്രുതി നമ്മുടെ വർഷയ്ക്ക് അവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുക്കി കൊടുക്കാട്ടോ. എന്നിട്ട് അതിനുശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ നമ്മുടെ വർഷ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് രേവതി ചേച്ചിയുടെ കാര്യം കൊടുത്തിട്ടാ സങ്കടം. അവരെ കെട്ടിയിരിക്കുന്നത് ഒരു റൗഡീനെ പോലത്തെ ഒരാളാ. ശരിക്കും ചേച്ചി ഡിവോഴ്സ് ആവുന്നതാ നല്ലത് എന്നൊക്കെ ഇപ്പൊ നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി, ആഹാ ഇവളാള് കൊള്ളാലോടി കള്ളി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് രേവതി വരുന്നുണ്ട് നമ്മുടെ വർഷയെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഇപ്പോഴാണ് നീ ശരിക്കും മണവാട്ടിയായത്, കല്യാണം കഴിഞ്ഞ പാടെ ഇപ്പൊ പോകുന്നത് പോലെയുണ്ട് എന്നൊക്കെ നമ്മുടെ രേവതി വർഷയോട് പറയുന്നുണ്ട്. നമ്മുടെ ചന്ദ്രമതിയും വർഷയെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ രേവതി ഇവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയുള്ള ഇങ്ങനെ പാലൊക്കെ കാച്ചി അതിലിങ്ങനെ കുങ്കുമപ്പൂവൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ എന്താ പറയാ വെച്ചിരിക്കും, ആർക്കോട്ടെ മൂടി വെച്ചിരിക്കുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ സച്ചി ആ ഒരു വിശപ്പ് സഹിക്കാനാവാതെ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അടുക്കളയിൽ ആരും ഉണ്ടാവില്ല, നോക്കുമ്പോൾ ഈ പാലിരിക്കുന്നു. അപ്പൊ നമ്മുടെ സച്ചി വിചാരിക്കും, എടി കള്ളി അവൾ എനിക്ക് വേണ്ടി കാച്ചി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ പാലെടുത്ത് കുടിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലാസ്റ്റാണ് സച്ചി ഇങ്ങനെ വായിലിങ്ങനെ കുങ്കുമപ്പൂവൊക്കെ ഇങ്ങനെ തടയുമ്പോഴാണ്, ഇത് കൊള്ളാലോ, ഇത് എപ്പോഴും ഒക്കെ ചെയ്ത് തന്നൂടെ എനിക്ക് നമ്മൾ സച്ചി പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണും ഇനി എന്തൊക്കെയായി തീരും അല്ലെ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.